നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. പറവൂരിൽ ഇരുമ്പുവടിക്ക് തലക്കടിയേറ്റ ഒരു വീട്ടിലെ 4 പേരിൽ 3 പേർ മരിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരം. അയൽവാസിയായ യുവാവ് വടക്കേക്കര പോലീസിൽ കീഴടങ്ങി. മൊബൈൽ ഫോൺ കൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ ആളിൽ നിന്നും കഞ്ചാവ് പിടികൂടി. പഴയന്നൂർ തവളത്തിങ്ങൽ ഷക്കീറിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. സർക്കസിൽ അന്നം തേടുന്ന കുടുംബത്തോട് കനിവ് കാട്ടാതെ കാഴ്ചക്കാർ. കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിൽ സർക്കസ് അഭ്യാസങ്ങളുമായി എത്തിയ പാവപ്പെട്ട കുടുംബത്തിനാണ് ദുരനുഭവം. വാർത്തകൾ വിശദമായി. പറവൂരിൽ ഇരുമ്പുവടിക്ക് തലക്കടിയേറ്റ ഒരു വീട്ടിലെ 4 പേരിൽ 3 പേർ മരിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരം. അയൽവാസിയായ യുവാവ് വടക്കേക്കര പോലീസിൽ കീഴടങ്ങി. വ്യാഴാഴ്ച വൈകിട്ട് 6:30 ചേന്നമംഗലം കിഴക്കേപ്രം പെരേപ്പാടത്താണ് നാടിനെ നടുക്കിയ സംഭവം. കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് മരിച്ചത്. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസിനെ ഗുരുതര നിലയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിദേശത്തായിരുന്ന ജിതിൻ തിരികെ പോകാനിരിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം പ്രതി കണിയാമ്പറമ്പിൽ ഋതു ജയൻ വടക്കേക്കര പോലീസിൽ കീഴടങ്ങി. മയക്കുമരുന്നിന് അടിമയായ ഇയാൾ മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ജിതിൻ ബോസിന്റെ പരാതിയെ തുടർന്ന് പോലീസ് ഋതുവിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ പ്രകോപനമാണ് അക്രമത്തിനും കൊലപാതകത്തിനും ഇടയാക്കിയത്. വൈകിട്ട് ഒരു ഇരുമ്പ് പൈപ്പും 2 കത്തികളുമായി ജിതിന്റെ വീട്ടിലെത്തിയ ഋതു ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് ആക്രമണം നടത്തിയത്. 4 പേരുടെയും തലയ്ക്ക് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയായിരുന്നു. ഋതു മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നയാളാണ്. 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും 3 പേർ മരിച്ചിരുന്നു. വിനീഷയുടെ മക്കൾ ആരാധ്യ, ആവണി എന്നിവർ സംഭവത്തിന് ദൃക്സാക്ഷികളാണ്. മീഡിയ ടൈം, പറവൂർ. കൊടുങ്ങല്ലൂരിൽ മൊബൈൽ ഫോൺ കൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ ആളിൽ നിന്നും കഞ്ചാവ് പിടികൂടി. പഴയന്നൂർ തവളത്തിങ്ങൽ 38 വയസ്സുള്ള ഷക്കീറിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. അശ്രദ്ധമായി റോഡ് മുറിച്ചു കടന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്ക് തർക്കത്തിനിടയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ ആല സ്വദേശി ഉണ്ണികൃഷ്ണനെ ഇയാൾ ആക്രമിക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത ഇയാളുടെ പക്കൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുക്കുകയായിരുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവറെ ആക്രമിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനുമായി ഇയാൾക്കെതിരെ പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. എടവിലങ്ങിൽ ഓട്ടുരുളികൾ മോഷ്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. പോലീസിനു ലഭിച്ച CCTV ദൃശ്യങ്ങളിലുള്ള 3 സ്ത്രീകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൊടിയൻ ബസാർ എരാശ്ശേരി മധുവിന്റെ വീട്ടിൽ നിന്നുമാണ് 3 വലിയ ഓട്ടുരുളികൾ മോഷ്ടിച്ചത്. മധുവും ഭാര്യയും ജോലിക്ക് പോയ സമയത്ത് പട്ടാപ്പകലായിരുന്നു മോഷണം. വീടിന്റെ പുറകുവശത്തുള്ള വിറക് പുരയിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടുരുളികളാണ് മോഷ്ടിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വിസ്മയം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് സമൂഹത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖ്യധാരയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ എത്തിക്കേണ്ട ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി പല ഇടങ്ങളിലും ഇവർക്ക് വേണ്ടി വേദികൾ ഒരുക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെയുള്ള ദിനാഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ അംഗൻവാടി കലോത്സവം നടന്നു. ഈ സദസ്സ് തിങ്ങി നിറഞ്ഞ കുട്ടികളും രക്ഷകർത്താക്കളായിരുന്നു. നമുക്ക് വളരെ അഭിമാനവും സന്തോഷം തോന്നി. അതേപോലെ തന്നെയാണ് ഇന്ന് ഇപ്പം 40 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരുടെ എത്തിയിട്ടില്ല. അവരുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ഭരണസമിതി അവരുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ സ്കോളർഷിപ്പും സഹായോപകരണങ്ങൾ മറ്റു തരത്തിൽ പലതരത്തിലും അവരെ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കണം. നല്ലൊരു പരിപാടി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജലീൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിനി ബെന്നി, പഞ്ചായത്ത് അംഗം ലിസി സേവ്യർ, അമ്പിളി സജീവ്, സാബു പോൾ എടാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. ആനപ്പാറ അണ്ണല്ലൂർ വിജയഗിരി പബ്ലിക് സ്കൂളിൽ ഇക്കോ ആൻഡ് സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡെസ്ക് ടു ഡിഷ് എന്ന പാചക പരിശീലന കളരി നടത്തി. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ പാചക അനുഭവവും പരിശീലനം നൽകുന്നതിനും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ മേന്മ മനസ്സിലാക്കി കൊടുക്കുന്നതിനുമായ
പാചക പരിശീലന കളരി മാനേജർ ഫാദർ ഉദ്ഘാടനം പ്രിൻസിപ്പൽ എൻ.എൽ. ജോർജ് സംസാരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ വിദ്യുതോടെ കരുതി പാചകത്തിന്റെ Good morning and welcome to today's Vijayagiri program Desk Today. This program highlights the values which are authentic foods as we celebrate skyrocketing of the foods and people are busy and everywhere. Accessible food like fast foods are often chosen over healthy and whole food. This can spark a crisis and there are numerous health problems because food lacking for consumption. We need specific nutrients and those nutrients aren't available in these high-made, very oily and unhealthy foods. We often forget the rich, healthy and healthy food our mothers make at our homes. These traditional foods harbor the necessary vitamins, nutrients and minerals which we need. സർക്കസിൽ അന്നം തേടുന്ന കുടുംബത്തോട് കനിവ് കാട്ടാതെ കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിൽ സർക്കസ് അഭ്യാസങ്ങളുമായി എത്തിയ പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ദുരനുഭവം. 3/4 മണിക്കൂറോളം നീളുന്ന അഭ്യാസങ്ങൾ ചുറ്റും കൂടി നിന്ന് ആസ്വദിക്കാൻ ആളുകൾ ഏറെയുണ്ട്. എന്നാൽ അവരിൽ പകുതി പോലും ആ പാവപ്പെട്ട കുടുംബത്തിന് ഒന്നും കൊടുക്കാതെ പിരിഞ്ഞു പോകുന്നതാണ് കാണാനാകുന്നത്. ദൈന്യതയോടെ കൈനീട്ടിയെത്തുന്ന പെൺകുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പാത്രത്തിൽ പണമിടുന്ന ഉദാരമതികളും കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ചിലർ ഒന്നും നൽകാതെ നിഷ്കരുണം മുഖം തിരിക്കുന്നതും കാണാനായി. സീസണിൽ വരുന്ന ഉത്സവ പറമ്പുകളിലെത്തി സർക്കസിലൂടെ ജീവിതമാർഗം തേടുന്ന കുടുംബത്തിലെ 5ാം തലമുറയാണ് പതിവ് തെറ്റാതെ കൊടുങ്ങല്ലൂരിൽ എത്തിയിട്ടുള്ളത്. പാലക്കാട് നിന്നുള്ള പരമ്പരാഗത സർക്കസ് ഇനങ്ങൾ കാണിക്കുന്ന കുടുംബം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് പ്രകടനം നടത്തുന്നത്. ഭാര്യയും ഭർത്താവും പെൺകുട്ടി ഉൾപ്പെടെ 3 മക്കളും ഉൾപ്പെടുന്ന കുടുംബമാണ് അഭ്യാസങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ആൺമക്കളിൽ ഒരാൾ കോളേജ് വിദ്യാർത്ഥിയും മകൾ 9ാം ക്ലാസ്സിലും പഠിക്കുകയാണ്. ഒരു മകൻ 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. എല്ലാവരും കൂടി സർക്കസ് കളിച്ചാൽ കഷ്ടി കുടുംബം കഴിയാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പിതാവ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പറവൂരിൽ ഇരുമ്പുവടിക്ക് തലക്കടിയേറ്റ ഒരു വീട്ടിലെ 4 പേരിൽ 3 പേർ മരിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരം. അയൽവാസിയായ യുവാവ് വടക്കേക്കര പോലീസിൽ കീഴടങ്ങി. മൊബൈൽ ഫോൺ കൊണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ അറസ്റ്റിലായ ആളിൽ നിന്നും കഞ്ചാവ് പിടികൂടി. പഴയന്നൂർ തവളത്തിങ്ങൽ ഷക്കീറിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. സർക്കസിൽ അന്നം തേടുന്ന കുടുംബത്തോട് കനിവ് കാട്ടാതെ കാഴ്ചക്കാർ. കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിൽ സർക്കസ് അഭ്യാസങ്ങളുമായി എത്തിയ പാവപ്പെട്ട കുടുംബത്തിനാണ് ദുരനുഭവം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.